ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സോമേട്ടൻ അതേ സെയിം ഐസ്ക്രീം. അപ്പൊ ആൾക്കാർ ചോദിക്കണ്ടോ ഈ പറഞ്ഞ വീഡിയോസ് എടുക്കണേ, നമ്മൾ ദുബായിൽ എത്തിക്കണേ, നമ്മളെ പരിപാടിയിലേക്ക് ലോഞ്ച് അയക്കണേ. ഈ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ദുബായിൽ പോയി കോമഡിയും ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല 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 അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇതാക്കണം അപ്പോൾ കാണിച്ചു കൊടുക്കുക. ഇതാണ് സോമേട്ടൻ അതേ സെയിം ഐസ്ക്രീം കിട്ടുന്ന നമ്മൾ അജ്മാനിൽ ഒരേ ഒരു സ്ഥലം. ചേമ്പ്രനടുത്ത് കോർണിച്ചിന്റെ ഭാഗത്താണ്. ഒരുപാട് എനിക്ക് രാത്രി എടുക്കൊക്കെ ഒന്ന് ഉറങ്ങണമെങ്കിൽ ലൈറ്റ് ഒന്ന് കഴിച്ചാൽ മതി. നല്ല അടിപൊളി മധുര. അപ്പൊ നമ്മള് കോർണിച്ചിക്ക് പോവല്ലേ? ഫുഡ് സാധനം എങ്ങനെയുണ്ട്? ആ ഫീലിങ്സ് കിട്ടുന്നുണ്ടോ? പവറല്ലേ? ഓക്കെ എന്നാ പറയുന്നത്. ഇതാണ് ലൊക്കേഷന്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ അജ്മാൻ ചേംബറാണ്. കോർണിച്ചിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത്. നമ്മളെ വാഷിംഗ് കാറ് നാട്ടിൽ പോയപ്പോൾ എന്തായിട്ടുണ്ടായിരുന്നു, ഒന്നായി പൊടി പിടിച്ച് തയ്ക്കുന്നു. വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കൾക്ക് വാഷിങ് ചെയ്യാൻ പറഞ്ഞ് ചായ കുടിക്കിയതാണ് പരിപാടി. നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഉഷാറാണ്. നേരെ കോർണിച്ചിലേക്ക് പോവാ കേട്ടോ. കോർണിച്ചിൽ പോവാ, ഒന്നേരം കറങ്ങി കളിച്ച് ഒന്ന് കടലും മാങ്ങ കണ്ടിട്ട് പണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വിടാം. നമുക്ക് നമ്മളെ കാർ എന്താക്കും, സർവീസ് ചെയ്ത് കഴിയും. ഈ നല്ല നല്ല അടിപൊളി വ്ളോഗും കാര്യങ്ങളും ഇനി നമ്മൾ അജ്മാനിലാണ്. അജ്മാൻ ദുബായിൽ ഞങ്ങൾക്ക് തിരിഞ്ഞ് കളി തന്നെ ആ ഹോട്ടൽ എനിക്ക് അറിയോ? ഏതാ മോനെ? അത് അറിയോ? എങ്ങനെ അറിയോ? നമ്മൾ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണോ? നമുക്ക് ഒന്ന് രണ്ട് മീറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. തള്ളല്ല, സത്യമാണ്. അതിന്റെ വീഡിയോ നമ്മളിട്ടു. അപ്പൊ അടുത്ത മാസം ലോഞ്ച് ആണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വരാണ്ട്. അത്ര ചൂടൊക്കെ ആണ് സംഭവം. നമുക്ക് അജ്മാനില് ബീച്ചില് ഈ മർഷ എന്ന സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ? ഇവിടെ നല്ല ലൈറ്റും നല്ല നല്ല പ്രീമിയം ഫുഡുകൾ കിട്ടണമെങ്കിൽ കുറച്ച് കായാവട്ടോ. പ്രീമിയം ഫുഡുകൾ കിട്ടണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ പറ്റിയ കോർണിച്ചിൽ നല്ല അടിപൊളി സ്ഥലമാണ്. ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മാൻ സറൈ അതിൻ്റെ ഒക്കെ അടുത്താണ്. കുറെ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ നാട്ടിലുള്ളവർക്കൊക്കെ നമ്മളെ വീഡിയോസുകൾ കാണാൻ ഒരുപാട് നല്ല ഫോളോവേഴ്സുകളുണ്ട്. നമ്മളെ ഫോളോവേഴ്സുകളോട് നമ്മൾക്ക് വരാൻ ഇങ്ങോട്ട് ദുബായിലേക്ക് വരാൻ പറയാൻ മറന്നുപോയി. ഒന്ന് രണ്ട് പരിപാടി പെട്ടെന്ന് തിരക്കായിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി വീഡിയോസുകളും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി നമ്മൾ എന്താക്കും, ദുബായിൽ ഇനി കുറച്ച് വീഡിയോസുകൾ നല്ല ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല ജോബ് വേക്കൻസി ആയിരിക്കട്ടെ, പിന്നെ അങ്ങനത്തെ ഒരുപാട് പരിപാടി, പിന്നെ ഫുഡ് ട്രാവലിംഗ് സ്പോട്ടുകളൊക്കെ നല്ല നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ടാക്കി തരും. ഇത് നമ്മൾ കാണിച്ചു തരും. നിങ്ങൾ നമ്മളെ വിജയിപ്പിച്ച ആൾക്കാരാണ്, നമ്മൾ പ്രിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഇവ നമ്മൾ 2019 ദുബായിൽ വന്ന ടൈമിന് എല്ലാ പെരുന്നാളും ഓണങ്ങളും ക്രിസ്മസുകളൊക്കെ ഫോട്ടോ എടുത്ത സ്ഥലങ്ങളാണ്. ഇപ്പോഴും എടുക്കല്ല എന്നല്ല. അപ്പോൾ ഓരോ അന്നത്തെ സ്ഥലമല്ല ഇപ്പോഴത്തെ സ്ഥലം. മാഷാ അല്ലാഹ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ എടുത്ത ഫോട്ടോസുകളുണ്ട്, നല്ല അടിപൊളി ഫോട്ടോസുകളാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവർ കാണിച്ചു തരുന്നത്. ഇത്ര രാത്രികളൊക്കെ നടക്കാൻ ഇറങ്ങണോലൊക്കെ അജ്മാൻ ഏരിയ അറിയാത്തോലുണ്ടാവില്ല. എന്നാലും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ്. അല്ല, അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് എല്ലാവരും എന്താ നോക്കുക, അറബിക്ക് മാഷാ അല്ലാഹ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. ഒക്കെ നന്ന് നല്ല അടിപൊളി ഒക്കെ മാഷാ അല്ലാഹ്. കച്ചവടമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല തിരക്കുണ്ടാവും. തിരക്കായി പോയി. ഒക്കെ പ്രീമിയം ടീം ഞങ്ങൾ എടുക്കൊക്കെ വരലുണ്ട് കേട്ടോ. വേറെ കഥ. താത്താൻ നിൽക്കണ്ട, ഞങ്ങളെ വലിയ ടീമാണ്. ടീമിന് എന്താ പറയുക കുറവ്? അപ്പോൾ കാണാനൊക്കെ എന്താ കുറവ്? അപ്പോൾ മാണോ വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങും, വേണ്ട വിചാരിച്ചിട്ട് അത് വേറെ കഥ. ഇതൊക്കെ അല്ലേ, ഇതൊക്കെ സ്പോട്ട്. ഇവിടെ എക്സിബിഷൻ ഇപ്പം ഇത് ഇവിടെ വേറൊരു കാര്യം, ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് ഇവിടെ കുറേ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ ഇത് കൂടുകൾ കാണില്ലേ, ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ തണുപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് നല്ല കച്ചവടവും ആ ഒരു വൈബാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരുപാട് നല്ല നല്ല വ്യൂകളാണ്. നമ്മൾ അജ്മാൻ മർഷയിലാണുള്ളത്. ഇവേ നമ്മളെ നാട്ടിൽ നമ്മളെ സഹായിച്ച കുറേ ആൾക്കാർ നമ്മൾ വീഡിയോ ഇട്ടുമില്ലേ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഈ ഇപ്പോൾ ദുബായിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലെ ഫോളോവേഴ്സിനെ കിട്ടണം. നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഈ പുതിയ പുതിയ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ എന്താക്കും, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളായിരുന്നു, 2-3 ദിവസമായി. അപ്പോൾ ഒന്ന് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉഷാറാണ്. ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ആണ് കേട്ടോ. അപ്പോൾ അജ്മാനിൽ കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ വരാം. പണ്ട് വന്നോലൊക്കെ ഇപ്പോൾ വരികയാണെങ്കിൽ ഇത് അന്നത്തെ സ്ഥലമാണോ എന്ന് ചോദിക്കൂലേ. ഇപ്പോൾ ദുബായിൻ്റെ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ട മാതിരി ആയിരിക്കൂല. ഞാൻ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുമ്പേ നമ്മളെ സ്കൂളിൻ്റെ ബിൽഡിംഗ് ഒക്കെ കണ്ടിരുന്നോ? അദ്ദേഹത്തിന് ഇപ്പം എൻ്റെ അവസ്ഥ തറ ഇപ്പൊ 4 ഇല കഴിഞ്ഞ് അപ്പുറത്ത് പാലം വന്ന് അതേമാതിരിയാണ്. ഇന്ന് കണ്ട മാതിരിയൊക്കെ നാളത്തെ ദുബായ്. നാളെ ദുബായ് വേറെ ലെവലിലാണ് ഉണ്ടാകുക.
അല്ല അപ്പൊ അത് നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കി നല്ല കടൽ തീരം അല്ലേ? നല്ല അടിപൊളി കടൽ തീരം എന്താ പറയാ. നമ്മളെ പ്ലേസ് നോക്ക്, ഏതാ പ്ലേസ് അല്ലേ? അടിപൊളി ഇതാക്കും. ഞാൻ കടൽ കാണേണ്ടവർക്ക് കടൽ കാണാം, അക്കരെ കാണേണ്ടവർക്ക് അക്കരെ കാണാം. ഉണ്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതും ഉണ്ട് അല്ലേ? ഇതൊക്കെ ഒരു സാമ്പിൾ ആണ്. ഇതിന് നല്ല 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 സംഭവങ്ങൾ വേറെ വരാണ്ട് കേട്ടോ. ഇനിയോ അന്നെ ഫേമസ് ആക്കൂ. എന്ത് നിന്ന് അപ്ലോഡ് ചെയ്തിട്ടേ കടന്നുറങ്ങും. അപ്പൊ നാളത്തെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇത് വണ്ടികൾ ആട്ടും കൂടി പാച്ചിലില്ല. ഇതൊക്കെ ഒരു യുഎഇന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മൾ മുറ്റത്തെ പൂവിന് മണല്ലാന്ന് പറഞ്ഞ മാതിരിയാ. ഒരുപാട് ആൾക്കാരെ കണ്ടില്ലേ? എന്താണ് അല്ലേ? ഇത് നമ്മൾ വണ്ടിയാണല്ലോ. നമ്മൾ വണ്ടിയാണല്ലോ. നമ്മളൊക്കെ ഇപ്പൊ രാത്രി 12 മണിക്ക് 1 മണിക്ക് നല്ല കൂർക്കം വലിച്ചു തുടങ്ങും നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ. നമ്മളെ ദുബായിലൊക്കെ അവസ്ഥ നോക്കി. ഇവിടെ രാത്രിയാണ് ബിസിനസ്. അപ്പൊ സംഭവം ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോഴാണ് രാവിലെ ആയാണ്. ചെറിയ നേരം നമുക്ക് ഇപ്പോഴാണ് രാവിലെ ആകുക. അപ്പൊ അങ്ങനെ ഉണ്ടായി. സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കണ്ടില്ലേ? നല്ല സ്ട്രീറ്റ് ഫുഡ്. അല്ലേ റോഡ് റെഡിയാക്കി വേടാ ഹബീബേ? റോഡ് നോക്ക്. ഇത് ഏടെ സ്ഥലോ പറഞ്ഞോട്, സ്ഥലം പറഞ്ഞോട്. ആൾക്കാർ അറിയാത്ത തൊട്ട അപ്പുറത്തെ റൂമുള്ള ചെങ്ങായി ഇപ്പത്തെ അറിയുന്നുണ്ടാവില്ല. എങ്ങനെ ആയില്ല.